വോട്ട് വൈബിന്റെ എക്സിറ്റ് പോൾ അനുസരിച്ച് 80 സീറ്റുകൾ വരെ UDF കിട്ടാം. 70 മുതൽ 80 സീറ്റുകൾ വരെ, അതായത് 75 സീറ്റുകൾ UDF കിട്ടാം എന്നുള്ളതാണ്. അതേസമയം LDF കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിയില്ല എന്നുള്ളതാണ്. അല്ലെ, 58 മുതൽ 68 വരെ 63 എന്ന ഒരു മാർജിനിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. 63ലേക്ക് LDF ചുരുങ്ങുന്നു. 75 എന്ന കേവല ഭൂരിപക്ഷം കഴിഞ്ഞ് 4 സീറ്റുകൾ കൂടി UDF ലഭിക്കുന്ന പശ്ചാത്തലം ഒരുങ്ങുന്നു. അങ്ങനെ കേരളത്തിൽ ഒരു ഭരണമാറ്റം പ്രവചിക്കുകയാണ് ഈ എക്സിറ്റ് പോൾ ഫലം എന്നുള്ളതാണ് ഏറ്റവും വോട്ട് വൈബിന്റെ എക്സിറ്റ് പോൾ ഫലം. എക്സിറ്റ് പോൾ ഫലം വിശകലനം ചെയ്യുമ്പോൾ തോന്നുന്നത് ഒരു പൊരിഞ്ഞ പോരാട്ടത്തിൽ ഭരണത്തിന്റെ തൊട്ടടുത്ത് LDF വീഴ്ച പറ്റുന്നു എന്നുള്ള കാര്യമാണ്. അതായത് തൊട്ടടുത്തെത്തി അവർ പരാജയപ്പെടും എന്നുള്ളതാണ് ഈ എക്സിറ്റ് പോളിൽ പ്രകടമാകുന്നത്. പിന്നെ +-3 ഒരു എറർ ഇതിനകത്ത് ഉണ്ട്. ഇഞ്ചോടിഞ്ച് പോരാട്ടം, പ്രവചിക്കാൻ പോലും പറ്റാത്ത പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളുണ്ട്. ഓരോ വോട്ടും നിർണായകമായ മണ്ഡലങ്ങളുണ്ട്. അവിടെ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാട്ടം വന്നു കഴിഞ്ഞാൽ ഈ ഫലത്തിൽ വേണമെങ്കിൽ മാറ്റം വരാം എന്നുള്ളതാണ്. അതായത് ഒന്നും തള്ളിക്കളയാൻ പറ്റുകയില്ല ഇതനുസരിച്ച്. കാരണം അത്ര ചെറിയൊരു വ്യത്യാസമേ ഇവിടെ പ്രകടമാകുന്നുള്ളൂ. 70 മുതൽ 80 സീറ്റുകൾ എന്ന് പറയുമ്പോൾ 5 സീറ്റിന്റെ വ്യത്യാസം അങ്ങോട്ടോ ഇങ്ങോട്ടോ വന്നു കഴിഞ്ഞാൽ ഫലം മാറി മറിയും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതെ, 63 LDF, UDF 75 എന്ന് പറയുമ്പോൾ 5 സീറ്റിലെങ്കിലും, ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന 5 സീറ്റുകളിലെങ്കിലും ചെറിയൊരു ചാഞ്ചാട്ടം ഉണ്ടായാൽ ഈ എക്സിറ്റ് പോളിനെ മറികടക്കുന്ന രീതി, എക്സിറ്റ് പോളിലും അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊരു ചെറിയ കാര്യം ഉണ്ട്. അവിടെ UDF മെജോറിറ്റി മാർക്ക്, മാന്ത്രിക സംഖ്യയിലേക്ക് എത്തുവാൻ സാധ്യത കൂടുതൽ ഉള്ളത്. ഈ എക്സിറ്റ് പോളിൽ അതാണ് പ്രകടമായിരിക്കുന്നത്. ഭരണമാറ്റം കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. പക്ഷേ LDF എഴുതിത്തള്ളാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. വേണമെങ്കിൽ ചിലപ്പോൾ അത്ഭുതങ്ങൾ സംഭവിച്ചാൽ LDF ഭരണത്തിലേക്ക് എത്താം, തുടർഭരണം സാധ്യമാകും എന്നുള്ളതാണ്. പക്ഷേ നിലവിൽ എക്സിറ്റ് പോൾ ഫലം അനുസരിച്ച് UDF തന്നെയാണ് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഡ്ജ്. UDF 75, LDF 63 എന്നുള്ളതാണ് കണക്ക്. അവിടെ